വന്ദേ ഭാരതിൽ പോകുമ്പോൾ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ജാതകമൊക്കെ കാണിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാൽ നീ സൈഡിലെങ്ങനെ ഒരു സീറ്റിലോട്ട് ഇരി, ഞാനിവിടെ ഇരുന്നിട്ട് ഓരോരുത്തരുടെ ഇത് പൈസ മേടിച്ചിട്ട് വിടാം. അപ്പം ഹരി പത്തനാപുരം അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ വേദന അതെ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു അതെ ഇപ്പോൾ ഈ ചോദ്യം നാളിൽ എങ്ങനെ ഉണ്ട്? ഞാൻ പറയാം എൻ്റെ സിസ്റ്റർ ഞാൻ മരിക്കുമോ ജീവിക്കുമോ എന്നറിയാതെ കിടക്കുകയാണ്. അപ്പോഴാണ് അപ്പോൾ ഈ ഏതൊരു സാഹചര്യത്തിലും അങ്ങനത്തെ ഒരു പ്രശ്നം ആളുകളെ സംബന്ധിച്ചുണ്ട്. ശരിക്കും ജ്യോതിഷത്തിന് ഒരു കാര്യം ഒരാളോട് പറയണമെങ്കിൽ അതിന് ജ്യോതിഷത്തിൻ്റെതായ ഒരു മെത്തേഡ് നിയമമുണ്ട്. പറയനും പുലയനും മണ്ണാനും കണിയാനും തട്ടാനും ഈതവനും അടക്കമുള്ള ജാതികൾ ക്ഷേത്രത്തിൽ കയറിയാൽ അശുദ്ധിയാണെന്ന് തന്ത്ര സമുച്ചയത്തിൽ പറയുന്നു എന്ന് പറയുന്നു. വാർത്ത ചാനൽ ചെയ്ത വാർത്തയാണ്. അപ്പൊ എന്റെ കയ്യിൽ തന്ത്ര സമുച്ചയം ഗ്രന്ഥമുണ്ട്. ഞാൻ അതിന്റെ വിവർത്തന ഗ്രന്ഥങ്ങൾ മേടിച്ചപ്പോൾ ഞാൻ നേരത്തെ ചൊല്ലിയ പദ്യം ക്ഷേത്രേ മൃതർ ജനനമങ്കണ മണ്ഡപാതോ, ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ ജനനം നടന്നാൽ അശുദ്ധിയാണ്, മരണം നടന്നാൽ അശുദ്ധിയാണ്. മൂത്രാസൃഗാദി പതനം പതിതാദിവേശം, മലമൂത്ര ഇത്യാദികൾ വീണാൽ അശുദ്ധിയാണ്. പതിതാദിവേശ, പതിതർ കയറിയാൽ അശുദ്ധിയാണ്. ഈ പതിത എന്ന ശബ്ദം ഇവിടെയാണ് എനിക്കൊരു സംശയമുള്ളത്. പതിതർ കയറുന്നതും അതുമൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ജനനം നടന്ന പ്രശ്നമാണ്, ക്ഷേത്രത്തിൽ മരണം നടന്ന പ്രശ്നമാണ്, പിന്നെ എന്തോന്നാ ക്ഷേത്രത്തിൽ മലമൂത്ര വിസർജ്യങ്ങൾ നടന്നാൽ കുഴപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യർക്ക് മാത്രമുള്ളൂ? അതാണ് എൻ്റെ ചോദ്യം. ക്ഷേത്രം ആയാലും പള്ളി ആയാലും എവിടെയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ മനുഷ്യർക്ക് മാത്രമുള്ളോ അതോ മനുഷ്യനെ മാത്രമേ ബാധിക്കത്തുള്ളൂ? ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷി മൃഗാദികളുണ്ടല്ലോ ഈ ലോകത്ത്, മനുഷ്യൻ മാത്രമല്ല കോടാനുകോടി ജീവജാലങ്ങളുണ്ടല്ലോ നമ്മൾ കണ്ണിൽ കാണാവുന്നതും കാണാത്തതുമായിട്ടുള്ളത്. അപ്പോൾ ഇവയിൽ പലതും ക്ഷേത്രത്തിൽ വരാറുണ്ട്, അവിടെ ജനനങ്ങൾ നടക്കാറുണ്ട്, മരണങ്ങൾ നടക്കാറുണ്ട്. ഈ ജീവികളുടെ മലമൂത്ര വിസർജ്യങ്ങൾ അവർ ചെയ്യാറുണ്ട് ഇല്ലേ? പട്ടികൾ പൂച്ചകൾ ഇങ്ങനെയുള്ളതൊക്കെ ക്ഷേത്രത്തിനകത്ത് കയറുന്നുണ്ട്, പ്രസവിക്കുന്നുണ്ട്, ഇച്ചി മുള്ളുന്നുണ്ട്, അപ്പിയിടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അവഹേളിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. എൻ്റെ ഒരു സംശയം മാത്രമാണ്. ഇത് മനുഷ്യന് മാത്രമുള്ള ബാധകമുള്ളോ മറ്റ് ജീവജാലങ്ങൾക്ക് ബാധകമല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ആരെ അവഹേളിക്കാനോ ഒന്നുമല്ല. ഞാൻ ഇത് ക്ഷേത്രത്തിനെ ഉദ്ദേശിച്ച് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ദേവാലയങ്ങളും ഇങ്ങനെ ഓരോരോ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പറഞ്ഞൊക്കെ കോമൺ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ എന്താ പറയുക, ഈ ബീഡ്സ് എന്ന് പറഞ്ഞാലും മലമൂത്ര വിസർജനം, ജനനം, മരണം ഇങ്ങനെയുള്ള ഒന്നും നടപടിയില്ല. ക്ഷേത്രത്തിനകത്താണെങ്കിലും പള്ളിക്കകത്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കാൻ പാടില്ല എന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇത് മനുഷ്യന് മാത്രമുള്ള ബാധകമുള്ളൂ, പക്ഷി മൃഗാദികൾക്ക് ബാധകമല്ലേ എന്നാണ് ചോദ്യം. അത് വേറൊരു കാര്യമുണ്ട്, മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ദൈവമാണല്ലോ അല്ലേ? അല്ലാതെ വേറെ ആർക്കാ ദൈവം ഇരിക്കുന്നല്ലേ? പക്ഷിക്കോ മൃഗങ്ങൾക്കോ വല്ല ദൈവമുണ്ടോ? അവർക്ക് നമ്മുടെ പഞ്ചായത്തുണ്ടോ? ജില്ലയുണ്ടോ? അവിടെ കേരളമുണ്ടോ? ഇന്ത്യയുണ്ടോ? ഒന്നുമില്ല. അവർക്ക് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ മൊത്തം ഒരൊറ്റ സാധനം. മനുഷ്യന് മാത്രമല്ലേ ഇതൊക്കെ ഉള്ളൂ. ചിന്തിക്കൂ സമൂഹമേ, ചിന്തിക്കൂ.